ഹലോ എവരിവൺ, ലൈൻവേസിന്റെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ പേപ്പറിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന ഒരു പേപ്പറിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ നമ്മൾ ചെയ്തിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ പേപ്പർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം, നമ്മുടെ പേപ്പറിനെ നമ്മൾ 5 പാർട്ടുകളായിട്ടാണ്, 5 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആൻഡ് ഓവർവ്യൂ. സോ ഇതിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്നുള്ളത്. അപ്പൊ ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. നേച്ചർ ഓഫ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. നേച്ചർ ഓഫ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ യൂണിറ്റ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ, ലോങ് ടൈം ഡിസിഷൻസ് എന്തൊക്കെയാണ്, ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ അതിന്റെ നേച്ചർ ഓഫ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻ, അതിന്റെ നേച്ചർ, അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് പോളിസി. അതാണ് പ്രധാന കണ്ടന്റ്. ഈ ഒരു യൂണിറ്റിൽ പ്രധാന കണ്ടന്റ് ഈ 3 ടൈപ്സ് ഓഫ് ഡിസിഷൻ ആണ്: ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ആ ഒരു ഏരിയ കൂടി നമ്മൾ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ? നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. എന്താണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ, എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ, ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലെ ഒരു ഫൈനാൻഷ്യൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആ ഒരു ബിസിനസിന്റെ തന്നെ ഒരു സക്സസിനെ തീരുമാനിക്കുന്ന ഒരു പാർട്ടാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്നുള്ളത്. അപ്പോ ഇപ്പൊ എല്ലാ ബിസിനസ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ബിസിനസ് നിങ്ങൾ എടുത്തു നോക്കൂ, അതിന്റെ പിന്നിലേക്ക് നല്ല ടോപ്പ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊരു സ്ഥാപനത്തിന്റെ സക്സസിനെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകംസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റിസോഴ്സസ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻസിന്റെ ഒരു കോർ ആയിട്ടുള്ളത്. സോ ഫൈനാൻസ് മാനേജേഴ്സ് ആണ് സ്വാഭാവികമായിട്ടും ഈ ഫൈനാൻസ് ഡിസിഷൻസ് എടുക്കുക. നല്ല കമ്പനികളിലൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഡെസിഗ്നേഷൻ ഉണ്ടാവും, ഫൈനാൻഷ്യൽ മാനേജർ. അപ്പൊ ഈ ഫൈനാൻഷ്യൽ മാനേജർ അവിടുത്തെ ഫണ്ട് ഡീൽ ചെയ്യുന്നതാണ്, ഫണ്ട് പ്ലാൻ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കുന്നു. അതൊക്കെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് നോക്കാം. ഇറ്റ് ഇൻവോൾവ് പ്ലാനിംഗ് ഫോർ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് അക്രോസ് ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ്. പ്ലാനിംഗ് ഫോർ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. അപ്പൊ ഫണ്ട്, അതിനുള്ള കംപ്ലീറ്റ് പ്ലാനിങ്, അത് എവിടുന്ന് കിട്ടണം, അല്ലെങ്കിൽ എവിടുന്ന് അത് കണ്ടെത്തും, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, അതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻസിനെയാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഫൈനാൻഷ്യൽ ഡിസിഷൻ റിഗാർഡിംഗ് ലോങ് ടേം ഫൈനാൻഷ്യൽ, ഡിസിഷൻസ് റിഗാർഡിംഗ് ലോങ് ടൈം ഫൈനാൻസ്. ലോങ് ടൈം ഫൈനാൻസ് എന്ന വേർഡ് തന്നെയാണ്. നമ്മൾ ഷോർട്ട് ടേം, ലോങ് ടേം, നമ്മൾ ഫൈനാൻസിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിലൊക്കെ നമ്മൾ ഈ ലോങ് ടേം, ഷോർട്ട് ടേം എന്ന് വേർതിരിക്കുന്നത് എന്ത് ബേസിലാണ്? അതിന്റെ ആ ഒരു ഹോൾഡിംഗ് പീരിയഡ്. ഇപ്പോ ഒരു വർഷത്തിൽ കൂടുതൽ, നമ്മൾ അക്കൗണ്ട് വൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 മന്ത്സ് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഉള്ളതിനെ നമ്മൾ ലോങ് ടേം എന്നും അതിന് താഴെ ഉള്ളതിനെ നമ്മൾ ഷോർട്ട് ടേം എന്നും പറയും. അപ്പൊ ഒരു ഫണ്ട്, ആ ഒരു ഫണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഹെൽഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ലോൺ എടുക്കുകയാണ്, ഒരു 5 ഇയർ ലോൺ ആണ് എടുക്കുന്നത്, അതൊരു ലോങ് ടൈം ഫണ്ട് ആണ്. അതല്ലെങ്കിൽ എനിക്ക് ഒരു ഷോർട്ട് ടൈം ക്രെഡിറ്റ് തരുവാണ് ബാങ്ക്, ഒരു 30 ഡേയ്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ 2 മന്ത്സ് ക്രെഡിറ്റ്, അതെന്താണ്? ഒരു ഷോർട്ട് ടേം ആണ്. അപ്പൊ ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഹയർ ദാൻ 12 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ. സോ ദിസ് ലോങ് ടേം ഫൈനാൻഷ്യൽ ഡിസിഷനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. So they include decision regarding the amount of fund to be invested to achieve the firm's goals, the types of assets to be required, the capital structure, and the distribution of income and other related matters. അപ്പൊ ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെയാണ്. അപ്പൊ അത് എന്തൊക്കെയാണ്? ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും അസറ്റ് വാങ്ങുകയാണ്, നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് അസറ്റ്, നമ്മൾ ബിൽഡിംഗ് വാങ്ങുന്നു, വെഹിക്കിൾ വാങ്ങുന്നു, ഫർണിച്ചേഴ്സ്, അങ്ങനെ നമ്മളെ നോൺ കറന്റ് അസറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട ഫൈനാൻസിങ് ഡിസിഷൻ. അതല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ ഫണ്ട് കണ്ടെത്തുന്നു, ഡെറ്റ് ആണോ, ഇക്വിറ്റി ആണോ,
നമ്മൾ ഇക്വിറ്റി ഷെയർ ആണോ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ബോറോവൽ ആണോ, ഐ മീൻ ഡിബഞ്ചർ ആണോ, ലോൺ ആണോ, തുടങ്ങിയിട്ടുള്ള ഏത് സോഴ്സ് ആണ്. അപ്പൊ ഈ തരത്തിലുള്ള ലോങ് ടേം ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസിഷനെയാണ് നമ്മൾ ലോങ് ടേം ഫൈനാൻസ് എന്ന് പറയുന്നത്, ലോങ് ടേം ഫൈനാൻസിങ് ഡിസിഷൻ. ദെൻ ഈ ലോങ് ടേം ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ദെൻ ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ഇങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾ ഈ ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാന കണ്ടന്റ്. 3 ടൈപ്സ് ഓഫ് ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസ്. വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. അപ്പൊ നമ്മൾ ഈ മൂന്നും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഈ 3 ടോപ്പിക്സും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ focus on determining the total asset to be held by the firm. Determining the total asset. അപ്പോ ഒരു സ്ഥാപനത്തിലെ നോൺ കറന്റ് അസറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനി അവർ എത്രത്തോളം ക്യാപിറ്റൽ അസറ്റ്, നോൺ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ക്യാപിറ്റൽ അസറ്റ് വാങ്ങണം, അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഫണ്ട് നമ്മൾ മാറ്റി വെക്കണം, തുടങ്ങിയിട്ടുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എത്രത്തോളം നോൺ കറന്റ് അസറ്റ്സിന് വേണ്ടി, ഇപ്പൊ ടോട്ടൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ 10 lakh ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ഭാഗം നമ്മളെ അസറ്റ് വാങ്ങാൻ, ബിൽഡിങ്ങിന് വേണ്ടി, മെഷീനറിന് വേണ്ടി, ഫർണിച്ചേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ള എക്യുപ്മെന്റ്സിനോ അതിന് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കണം, എത്രത്തോളം നീക്കി വെക്കണം, ആ തരത്തിലുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോൺ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ അസറ്റ് മാത്രമല്ല, നമ്മളെ മറ്റുള്ള പ്രൊജക്ടുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അപ്പൊ ഈ തരത്തിലൊക്കെ നമുക്ക് അതിനെ പറയാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോൺ കറന്റ് അസറ്റ് തന്നെയാണ്. അപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ തന്നെ നമ്മൾ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ലോങ് ടേം ഡിസിഷൻസ് ആൻഡ് ഷോർട്ട് ടേം ഡിസിഷൻ. അപ്പൊ ഈ ലോങ് ടേം ഡിസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ലോങ് ടേം എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെസിഫൈ ആയിട്ടുള്ള ഇതിന്റെ ടേം ആണ് ലോങ് പീരീഡ്, ഓവർ ദാൻ 12 months. 1 year 12 months. ഓക്കെ, അപ്പോ 12 monthsനേക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഏതൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് അലോക്കേറ്റിംഗ് ഫണ്ട് among ക്യാഷ് ഈക്വലൻസ്, റെസീവബിൾസ് ആൻഡ് ഇൻവെന്ററീസ്. ക്യാഷ് ഈക്വലൻസ്, റെസീവബിൾ, ദാറ്റ് മീൻസ് നമ്മൾ അസറ്റ് ദാറ്റ്സ് ഹെൽഡ് വിത്ത് ലെസ് ദാൻ 12 months. അസറ്റ് that will be held less than 12 months. അപ്പോ 12 മാസത്തിൽ കുറവ് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയുള്ള അസറ്റ്സ് ഏതൊക്കെയാണ്? നമ്മളെ കറന്റ് അസറ്റ്സ്, നമ്മളെ ഇൻവെന്ററി, നമ്മളെ ഗുഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസസ് ഓർ ക്യാഷ്, എത്രത്തോളം ക്യാഷ് കയ്യിൽ കരുതണം. അപ്പൊ ഈ തരത്തിലുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ഡിസിഷൻ എന്ന് പറയുന്നത്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. അപ്പൊ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക? മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഫൈനാൻസ് മാനേജർ ഈ നോൺ കറന്റ് അസറ്റ്സിലും അതുപോലെ തന്നെ കറന്റ് അസറ്റ്സിലും എത്രത്തോളം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോ ഒരുപാട് ഫണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ, ഐ മീൻ നോൺ കറന്റ് അസറ്റ്സിൽ ഇൻവോൾവ് ചെയ്യാനും പാടില്ല, ലോങ് ടേം അസറ്റ്സിൽ ഇൻവോൾവ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ഷോർട്ട് ടൈം അസറ്റ്സിലും ഒരുപാട് അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആവാനും പാടില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഒപ്റ്റിമം ആയിട്ടാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയാലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയാലും നടത്തുന്നത്. അത് ഒരുപാട് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെന്തൊക്കെയാന്നുള്ളത് നമ്മൾ അപ്കമിങ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിസിഷൻ, ദാറ്റ് ഈസ് ഫൈനാൻസിങ് ഡിസിഷൻ. ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഫണ്ട് കണ്ടെത്തും, നമ്മൾ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഇൻവെസ്റ്റിംഗ് ഡിസിഷനിൽ പറഞ്ഞിരുന്നത്. ബട്ട് ഫൈനാൻസിങ് ഡിസിഷനിലെ ഹൗ ടു റൈസ് ദാറ്റ് ഫണ്ട്, എവിടുന്ന് നമുക്ക് ആ ഫണ്ടിന്റെ സോഴ്സ് കണ്ടെത്തും. അപ്പൊ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് നമ്മൾ ഫണ്ട് കണ്ടെത്തും, ഫ്രം വേർ വി വിൽ റൈസ് ദ ഫണ്ട്, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫൈനാൻസിങ് ഡിസിഷൻസ് അറൈസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയ രീതിയിൽ ഏറ്റവും നല്ല ഫണ്ട്, ഐ മീൻ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഫണ്ട് മിനിമം കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഈ ഫൈനാൻസിങ് ഡിസിഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർഡിപെൻഡന്റ് ആണ്. നമുക്ക് ഇത് ആദ്യം ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുന്നു, അതിന് ശേഷമാണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? ഇത് രണ്ടും ഇന്റർഡിപെൻഡന്റ് ആണ്. ഇപ്പൊ നമുക്ക് അസറ്റ് വാങ്ങണം, അപ്പൊ ആദ്യം നമ്മൾ തീരുമാനിക്കുന്നു നമുക്ക് ഇത്ര രൂപയുടെ ഒരു അസറ്റ് വാങ്ങണം. ഓക്കെ, ആദ്യം അത് തീരുമാനിച്ചു. അടുത്തത് ഫണ്ട്, നമ്മൾ എവിടുന്ന് ഫണ്ട് കിട്ടുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു.
അതൊരു വേ. പക്ഷെ അത് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ എന്ത് വേണ്ടി വരും, നമുക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ട് അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മളിപ്പോ പറയാറുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം, എന്താണ് ഇപ്പൊ കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ക്വസ്റ്റിന് ഒരു ആൻസർ ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും. അപ്പൊ അതും രണ്ടും ഇന്റർഡിപെൻഡന്റ് ആണ്, രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് അത് പല സിറ്റുവേഷനിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത് ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ കൺസേൺഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, അവൈലബിൾ സോഴ്സ് ഓഫ് ഫണ്ട്. ഏതൊക്കെ തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫണ്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് കണ്ടെത്താം. അതുപോലെ തന്നെ അതിൽ നിന്നും ഓരോ സോഴ്സിൽ നിന്നും നമുക്ക് എത്രത്തോളം ഫണ്ട് കണ്ടെത്താം. ദെൻ നെക്സ്റ്റ്, അതിന്റെ കോസ്റ്റ് എന്താണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ വേണമെങ്കിൽ ഡിബെഞ്ചർ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം, ലോങ് ടൈം ലോൺ എടുക്കാം, ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇതിപ്പോ ഒരു 3 സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. അപ്പൊ ഈ 3 സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് അവർക്ക് എത്രത്തോളം ഫണ്ട് കണ്ടെത്താം, മാക്സിമം അവർക്ക് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യാം. അവർ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര എമൗണ്ട് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം. അതല്ലെങ്കിൽ അവർക്ക് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവരുടെ എലിജിബിൾ എമൗണ്ട് ഓഫ് ലോൺ എത്രയായിരിക്കും. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ കംസ്, എന്തൊക്കെയാണ് ഇതിന്റെ കോസ്റ്റ്. ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കോസ്റ്റ്, നമുക്ക് എന്താണ് വരുന്നത്. ഡിബെഞ്ചർ ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തൊക്കെയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ക്രൂഷ്യൽ ആണ് ഫൈനാൻഷ്യൽ ഡിസിഷനെ സംബന്ധിച്ചിടത്തോളം. ദെൻ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. ഡിവിഡൻഡ്, എല്ലാവർക്കും ഡിവിഡൻഡ് എന്നുള്ള ടേം എന്താണെന്ന് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിനെ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി, ഒരു വർഷം കമ്പനിയുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ പ്രോഫിറ്റ് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ വീതിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ആ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന ആ വിഹിതത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ റിട്ടേൺ given by the company to its shareholders. Return given by the company to its shareholders is known as dividend. അപ്പൊ ഈ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആണ്. അപ്പൊ ഒരു കമ്പനിക്ക് ഒരു വർഷം 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായി. കമ്പനിക്ക് 1,00,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായി. ആ 1,00,000 രൂപ മുഴുവനും ഷെയർ ഹോൾഡേഴ്സിന് അങ്ങോട്ട് വീതിച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഈ ഡിവിഡൻഡ് പോളിസി വർക്ക് ആവുന്നത്. കാരണം ഒരു കമ്പനി ഒരിക്കലും അവരുടെ എൻറ്റയർ പ്രോഫിറ്റ്, ഒരു കറന്റ് ഇയറിലെ എൻറ്റയർ പ്രോഫിറ്റ് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടില്ല. കാരണം കുറച്ച് അവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കണം. അത് ആ കമ്പനിയുടെ ഫ്യൂച്ചറിൽ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ എത്രത്തോളം അവർ റീറ്റെയിൻ ചെയ്യണം, എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഫിറ്റ് ഉണ്ടാവും. അതെന്താണ്? അത് കറന്റ് ഇയർ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് കൊടുത്തിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് ഡിവിഡൻഡ് പോളിസി ഉണ്ടാവും, ഇത്ര പെർസെന്റേജ് ആണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്, ബാക്കി നമ്മൾ ഇത്ര റീറ്റെയിൻ ചെയ്ത് വെക്കണം. ആ ഒരു ഡിസിഷനെയാണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് പോളിസി ഡിസിഷനിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നോക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, എ സോഴ്സ് ഓഫ് ടോട്ടൽ എമൗണ്ട് റിക്വയർമെന്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇഷ്യൂ ഓഫ് റൈസ് ഇൻ ഫൈനാൻസ്. അപ്പൊ നമ്മൾ ഒരു ഡിവിഡൻഡ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ലിക്വിഡ് ഫണ്ട് ഉണ്ടായിരിക്കണമെന്നില്ല. ആ ലിക്വിഡ് ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ഫൈനാൻസിങ് ഡിസിഷനിലൂടെയാണ്. എന്നിട്ട് എത്രത്തോളം ഈ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഡിവിഡൻഡ് റേറ്റ്സ് അത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ആ ഒരു ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ഡിവിഡൻഡ് വളരെ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർ വിൽ നോട്ട് ബി ഹാപ്പി, അല്ലേ? അപ്പൊ അവരുടെ സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ഒരുപാട് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏർണിങ്സിന് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പെർഫോമൻസിന് അത് സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ മാർക്കറ്റ് വാല്യൂനെ അത് സ്ലോ ഡൗൺ ചെയ്യും. ഈ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്താവും? അവര് അൺഹാപ്പി ആവും. അപ്പൊ നല്ലൊരു വളരെ വൈസായിട്ടുള്ള പ്രൂഡന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെ കൺസിഡർ ചെയ്യും ഒരു ഡിവിഡൻഡ് പോളിസി എടുക്കുമ്പോൾ? അവിടെ എന്തൊക്കെയുണ്ട്? അവിടുത്തെ ലിക്വിഡിറ്റി, ആ കമ്പനിയുടെ ഏർണിംഗ് സ്റ്റെബിലിറ്റി. കാരണം ഈ വർഷം ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് അപ്കമിങ് ഇയേഴ്സിൽ ഇതേ റേറ്റിൽ പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ കുറച്ച് അവിടെ എന്തായാലും പ്രോഫിറ്റ് അവിടെ റിട്ടേൺ ചെയ്ത് വെക്കണം. അപ്പൊ ഏർണിംഗ് സ്റ്റെബിലിറ്റി അവിടെ ഒരു ഘടകമാണ് നമ്മൾ ഡിവിഡൻഡ് പോളിസി എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഡെറ്റ് റീപേയ്മെന്റ് ഇയേഴ്സ്, എത്രത്തോളം അവർക്ക് ഡെറ്റ് റീപേയ്മെന്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഡെറ്റ് കോൺട്രാക്ട് റെസ്ട്രിക്ഷൻസ്, അതുപോലെ ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്സ്, മറ്റുള്ള സോഴ്സ് ഓഫ് ഫണ്ടുകൾക്ക് അവർക്ക് എത്രത്തോളം ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഒരു ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് എടുക്കേണ്ടത്.
അപ്പോൾ ഈ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം ഡിവിഡൻഡ് കൊടുത്ത് എത്രത്തോളം പ്രോഫിറ്റ് ഇവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കണം. ഇതാണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ. അപ്പൊ പ്രധാനപ്പെട്ട ലോങ് ടേം ഫൈനാൻസിങ് ഡിസിഷൻസിലെ പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ബേസിക്കലി നോൺ കറന്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോട്ട് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫൈനാൻസിങ് ഡിസിഷൻസിൽ ദ സോഴ്സ് ഓഫ് ഫണ്ട്, നമുക്ക് ആവശ്യമുള്ള ഫണ്ടിന്റെ സോഴ്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ, അത് ഏതെല്ലാം ലെവലിൽ ഓപ്റ്റിമമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഫൈനാൻസിങ് ഡിസിഷൻ. ആ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ ഇസ് റിഗാർഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ക്വാണ്ടിറ്റി, അതിന്റെ ഡിവിഡൻസ് എത്രത്തോളം ഉണ്ട്, റീറ്റെയിൻഡ് പ്രോഫിറ്റ് എത്രത്തോളം കീപ്പ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്. അപ്പൊ ഈ 3 ഡിസിഷൻസും വളരെ ഇന്റർഡിപെൻഡന്റ് ആണ്. സോ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ഡിസിഷൻസ്, ഈ 3 ഡിസിഷൻസ് തമ്മിലെ ഇന്റർ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഈ 3 ഡിസിഷൻസും ഫൈനാൻസിങ്, ഇൻവെസ്റ്റിംഗ്, ഡിവിഡൻഡും ഇത് 3 വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഒരു ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കാരണം അവർക്ക് എത്രത്തോളം ഫണ്ട് നോൺ കറന്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് റിക്വയർഡ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം ഫണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്, അതിലൂടെ നമുക്ക് എത്രത്തോളം ഫണ്ട് റിക്വയർമെന്റ് കിട്ടും, എന്നിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മളെ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടോ അപ്പൊ അത് 3ഉം റിലേറ്റഡ് ആണ്. അപ്പോ ഈ ഫണ്ട് എടുക്കുക, നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ ഫൈനാൻസിങ് ഡിസിഷനിൽ നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ആണ് പ്രധാനമായിട്ട്, ഡെറ്റ് ഫണ്ടും ഓൺഡ് ഫണ്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ്, നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. ഡെറ്റ് ഫണ്ട് ആൻഡ് ഓൺഡ് ഫണ്ട്. ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോയിങ്സ് ആണ്. ഒരു കമ്പനിക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ക്യാഷ് ആവശ്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് സെല് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് കമ്പനിക്ക് കൊടുക്കുന്നു, ആ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ അവർക്ക് കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗിൽ ഉൾപ്പെടാം. അതുപോലെ തന്നെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൊടുക്കേണ്ടതുമില്ല. ഓക്കെ. അതേ സ്ഥാനത്ത് ഈ ഷെയറിന് പകരം കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഡിബഞ്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് ബോറോ ചെയ്യാണ്, കടം വാങ്ങുകയാണ്. അവർക്ക് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോ ആ ഡിബഞ്ചർ വാങ്ങുന്നവര് കമ്പനിക്ക് ക്യാഷ് കൊടുക്കും, ബോറോയിങ്സ് ആണ്. അപ്പൊ ഈ ക്യാഷിന്റെ മുകളിൽ, ഈ ബോറോയിങ്സിന്റെ മുകളിൽ കമ്പനി എല്ലാ വർഷവും ആനുവലി ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഇൻട്രസ്റ്റ് കൊടുത്തോളണം. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഷെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡെറ്റ് ഫണ്ടിന് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോണിന് അവർ കമ്പനിയുടെ ഓണേഴ്സ് ഒന്നുമില്ല, അവർ എക്സ്റ്റേണൽസ് ആണ്. അപ്പൊ അവർ കമ്പനിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, ആ ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവിടെ കമ്പനി ലോസ് ആണെങ്കിലും കമ്പനി പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തിരിക്കണം. അപ്പൊ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യാം. ലോസിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ആ ഇൻട്രസ്റ്റും പേ ചെയ്യുമ്പോൾ വീണ്ടും ലോസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ ഈ ഡെറ്റ് ഫണ്ടിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ കമ്പനി എപ്പോഴും ഈ ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഈ ഡെറ്റ് ഫണ്ടും ഓൺഡ് ഫണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയർസിനെയാണ്. അപ്പൊ ഈ ഷെയറും അതുപോലെ തന്നെ ഡെറ്റ് ഫണ്ടും ഇതിന്റെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു വൈസ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് മാനേജർ ആണ്, അല്ലെങ്കിൽ ഫൈനാൻസിങ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. രണ്ടും നമുക്ക് വേണം. ഷെയറിലൂടെ മാത്രം ഫണ്ട് റൈസ് ചെയ്യുക അതൊരു തരത്തിൽ മണ്ടത്തരമാണ്. കാരണം നമുക്ക് എപ്പോഴും അതിന്റെ ഒരു കോമ്പിനേഷൻ, അതിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. അതിൽ പലരും പറയുന്നത്, ചില സ്റ്റഡീസിൽ പറയുന്നത് 60-40, 60 ഇക്വിറ്റിയും 40 ഡെറ്റ് ഫണ്ട് ആണ് എന്നുള്ള രീതിയിലാണ്. എപ്പോഴും ഏത് ഡിസിഷൻസ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇക്വിറ്റി ഫണ്ട് ആയിരിക്കണം, ഓൺഡ് ഫണ്ട് ആയിരിക്കണം പ്രൊപ്പോർഷനേറ്റ്ലി കൂടുതലാണ് വേണ്ടത്. അതായത് ഷെയറിലൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫണ്ട് ആയിരിക്കണം ഏറ്റവും കൂടുതൽ, കടം വാങ്ങുന്നത് അതിനേക്കാൾ കുറവായിരിക്കണം. അതാണ് ഒരു ഫേമിന് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് ഒരു ജനറൽ സ്റ്റഡി റിസൾട്ട് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഈ ഡെറ്റ് ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡിവിഡൻഡ് കുറച്ച് കൊടുത്താൽ മതി, പക്ഷെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ചിലപ്പോൾ കുറയും. ഇക്വിറ്റി ഫൈനാൻസിങ് ആണെന്നുണ്ടെങ്കിലോ കമ്പനിക്ക് ചെലവ് കുറയും, പ്രോഫിറ്റിനെ അത് ബാധിക്കില്ല, പക്ഷെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനെ അത് ബാധിക്കും. അപ്പൊ ഈ തരത്തിൽ ഈ ഡിസിഷൻസിനെ തമ്മിൽ ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം. ഒരു ബാലൻസിങ്ങിലൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 3 ഡിസിഷൻസും വളരെയധികം ഇന്റർ റിലേറ്റഡ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം റിലേറ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യാഷ് ഇങ്ങോട്ട് വരുന്നു, ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആദ്യം നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ നോൺ കറന്റ് അസറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ വരുന്നു. അപ്പൊ അതാണ് അതിന്റെ തമ്മിലുള്ള റിലേഷൻ.
ഫൈനാൻഷ്യൽ ഡിസിഷനിൽ ആദ്യം നമുക്ക് ക്യാഷ് കിട്ടുന്നു, പിന്നീട് നമ്മൾ ആ ക്യാഷ് ചെലവാക്കും. ഇൻവെസ്റ്റിംഗ് ഡിസിഷനിൽ ആദ്യം നമ്മൾ ചെലവാക്കുന്നു, അതിലൂടെ നമ്മൾ ഇൻഫ്ലോസ് വരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു റിലേഷൻ. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഐ മീൻ ഈ ഒരു റിലേഷൻ, അതിന്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഇത് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കാം എന്നതിന് ഒരുപാട് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആ ടൂൾസ് ആൻഡ് മെത്തേഡ്സിലോട്ടാണ് ഇനി നമ്മൾ കടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിസിഷൻസിനെ കുറിച്ചാണ് ഇതുവരേക്കും പറഞ്ഞത്. ഇനി എങ്ങനെയാ ഡിസിഷൻസ് എടുക്കാം, ആ ഡിസിഷൻസ് എടുക്കാൻ സഹായകമാവുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ. അപ്പൊ നെറ്റ് പ്രസന്റ് വാല്യൂയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ, മണി വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യാണ്. മണി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ, അതിന് നാളെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അതിന്റെ മണി വാല്യൂ കുറവാണ്, അല്ലേ? അപ്പൊ ഇന്നത്തെ 100 രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ ആ 100 രൂപയുടെ വാല്യൂ ഇല്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ടൂൾസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഒരു കമ്പനി ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുക. നമ്മൾ മുമ്പിൽ രണ്ട് പെർസ്പെക്റ്റീവ് ആണ് ഉണ്ടാവും. ഒന്ന് വെൽത്ത് മാക്സിമൈസേഷൻ, സെക്കൻഡ് വൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ രണ്ട് ഏരിയ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഒബ്ജക്റ്റീവ് നോക്കിയിട്ട് നമുക്ക് ഡിസിഷൻ, ഒന്ന് വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് റണ്ണിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന്റെ ഏർണിങ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ഏർണിങ്സ്, ടോട്ടൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുക. അപ്പൊ അതൊരു ഷോർട്ട് റൺ ഡിസിഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഡിസിഷൻ ആണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കോസ്റ്റിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ ഒക്കെ ഇത്തിരി വിട്ടുവീഴ്ച ചെയ്തിട്ട് അല്ലെങ്കിൽ ചീപ്പർ ഗുഡ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പ്രോഫിറ്റ് അങ്ങോട്ട് മാക്സിമൈസ് ചെയ്യും. അപ്പൊ അതൊരു വളരെ ഷോർട്ട് റണ്ണിലായിട്ടുള്ള ഒബ്ജക്റ്റീവിൽ എടുക്കുന്ന ഡിസിഷൻ ആണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കറന്റ് ഇയറിലെ പ്രോഫിറ്റ് വളരെയധികം ഇൻക്രീസ് ആവും, നമ്മളെ ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എങ്കിൽ. പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഈ ഷോർട്ട് ടൈം പ്രോഫിറ്റിലുപരി നമ്മളെ ലോങ് റൺ സക്സസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് റണ്ണിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചടിയാവും. കാരണം പതിയെ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയാതാവും, അതുപോലെ നമ്മളെ എംപ്ലോയീസിനെ നമ്മളെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടാവും, അപ്പൊ എംപ്ലോയീസ് അൺഹാപ്പി ആവും. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ലോങ് റണ്ണിൽ നമ്മൾ ഫെയിലർ ആയിട്ട് മാറും. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് വെൽത്ത് മാക്സിമൈസേഷനിലാണ്. വെൽത്ത് മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഇൻകം അല്ലെങ്കിൽ ചോക്ലേറ്റ് പ്രോഫിറ്റിൽ എന്നതിലുപരി ലോങ് റൺ സക്സസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ അസറ്റ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? നമ്മളെ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എസ്പെഷ്യലി ഷെയർ ഹോൾഡേഴ്സ്. ഓൾ ടുഗെദർ ഇവർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ലോങ് റൺ ഡിസിഷൻസ് എടുക്കുക, അതിനെയാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഡിസിഷൻസ്, അതിനെയാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളത് വളരെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നമ്മൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് വളരെ ഷോർട്ട് ടൈം മാത്രമാണ്, അത് നമുക്ക് ലോങ് റണ്ണിൽ ഒരിക്കലും നമുക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ ഈ വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിസിഷൻസ് എടുക്കും, അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NPV പോലത്തെ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ NPV എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് NPVയുടെ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് എക്സാമിനേഷന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ എങ്കിൽ കൂടി ആ NPV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ NPV എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് നിങ്ങൾ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു, ആ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നു. നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ഓർക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? ഒരു 2 വർഷത്തിന് ശേഷം 1.5 ലക്ഷം രൂപ. അത് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ? ആ 50,000 നമുക്ക് എക്സ്ട്രാ കിട്ടിയല്ലോ, പ്രോഫിറ്റബിൾ ആണോ? നമ്മൾ ബേസിക്കലി നമ്മൾ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രോഫിറ്റബിൾ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. മണി വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മണി വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ 100 രൂപയ്ക്കുള്ള വാല്യൂ നാളെ ഇല്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഇല്ല. മണി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് തന്നെയാണ് കൂടുതൽ വാല്യൂ. കാരണം ഒരുപാട് ഫാക്ടേഴ്സിനെ കൊണ്ട് ആ മണി വാല്യൂല് ഡിക്രീസ് വരുന്നുണ്ട്. അപ്പോ 1.5 ലക്ഷം രൂപ നമുക്ക് അടുത്ത 2 വർഷത്തിന് ശേഷം കിട്ടുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ 1 ലക്ഷം രൂപയുടെ വാല്യൂ മാത്രമേ ഉണ്ടാവത്തുള്ളൂ.
അതെങ്ങനെ? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ NPV യൂസ് ചെയ്യുന്നത്, നെറ്റ് പ്രസന്റ് വാല്യൂ. അതായത് നമുക്ക് പിന്നീട് കിട്ടാനുള്ള ഇൻഫ്ലോസ്, നമുക്ക് അടുത്ത 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം കിട്ടുന്ന ആ ഇൻകം, അതിന്റെ ഇന്നത്തെ വാല്യൂ, പ്രസന്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും യൂസിങ് സം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പൊ അതിനെയാണ് നമ്മൾ NPV, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ NPVക്ക് വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ഇതോടെ കൊടുത്തിട്ടുണ്ട്. വെൽത്ത് ഈസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡ് ബൈ 1 പ്ലസ് കെ റൈസ് ടു n. അപ്പൊ അതിന്റെ കാൽക്കുലേഷനിലോട്ട് ഞാൻ ഇപ്പൊ പോകുന്നില്ല, ഇത് വളരെ ഈസി ആണ്. നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ ഒക്കെ അപ്കമിങ് സ്ലൈഡ്സിൽ പറയാം. എന്നിട്ട് കാൽക്കുലേഷൻ നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊന്നും നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നില്ല. പക്ഷെ ഇതിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്റ് ചെയ്യാനും അതിന്റെ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നാവും. അപ്പൊ ഈ NPV കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മളൊരു ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കണം. ഓക്കെ, ദെൻ ഈ വെൽത്ത് മാക്സിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ടേം തന്നെയാണ് വാല്യൂ മാക്സിമൈസേഷൻ. വാല്യൂ മാക്സിമൈസേഷൻ, അപ്പൊ നമ്മൾ നേരത്തെ വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഇപ്പോ വാല്യൂ മാക്സിമൈസേഷൻ, ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് റണ്ണിൽ ആ ഒരു ഫേമിന്റെ ഓവറോൾ ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അതാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പ്രധാനമായിട്ടും വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഓവറോൾ വെൽത്ത്, ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഓവറോൾ വെൽത്ത്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യിക്കുക, അത് ലോങ് റണ്ണിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിനാണ് നമ്മൾ വെൽത്ത് മാക്സിമൈസേഷൻ. ദെൻ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ വെൽത്ത് മാക്സിമൈസേഷനേക്കാൾ ഒന്നുകൂടി ബ്രോഡർ ആവും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉൾപ്പെടും. അതായത് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സൊസൈറ്റി, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും. ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ ഉണ്ടോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ, അതുമായിട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, അവരുടെ എല്ലാവരുടേക്കും ബെനിഫിഷ്യലിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, അതാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഡിസിഷൻ ആണ്. അത് നിർബന്ധമാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവാൻ വാല്യൂ മാക്സിമൈസേഷൻ നിർബന്ധമാണ്. അവരുടെ ഡിസിഷൻ, ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഈ വെൽത്ത് മാക്സിമൈസേഷൻ മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിനെയാണ്. അപ്പൊ അത് വാല്യൂ മാക്സിമൈസേഷൻ ആകുമ്പോൾ എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് ബെനിഫിറ്റ് ചെയ്യും, അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും ഈ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ലോങ് റണ്ണിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഈ വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ ബോത്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വാല്യൂ മാക്സിമൈസേഷൻ, അതായത് ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ നമ്മളെ പ്രോഫിറ്റ് പൂൾ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് പൂൾ എന്ന് പറയുമ്പോൾ അത് എൻറ്റയർ പ്രോഫിറ്റ്, എൻറ്റയർ ആക്ടിവിറ്റീസിൽ നിന്നുള്ള ടോട്ടൽ ഏർണിങ്സിനെയാണ് നമ്മൾ പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ് അല്ല, ലോങ് ടൈം ബേസ്ഡ് ആയിട്ട് നമുക്ക് എത്രത്തോളം ഏർണിങ്സ് വരുന്നു എല്ലാം കൺസിഡർ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ വാല്യൂ ചെയിൻ, നമ്മുടെ ചെയിൻസിൽ നിന്ന് നമ്മൾ ടോട്ടൽ കണക്ടിവിറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നമ്മളെ ബ്രാഞ്ചസ് ഓൾ ടുഗെദർ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് വരുന്നു, ആ ഒരു പ്രോഫിറ്റിനെയാണ് നമ്മൾ പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമൈസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ വാല്യൂ മാക്സിമൈസേഷനിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ അത് എപ്പോഴും ഒരു ലോങ് റൺ പ്രോസസ് ആണ്, ലോങ് ടേം പ്രോസസ് ആണ്, ഒരിക്കലും ഷോർട്ട് ടേം അല്ല. അപ്പോ നമ്മുടെ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ടോട്ടൽ വാല്യൂ മാപ്പിംഗ് നടത്തണം. നമ്മളെ വാല്യൂ ചെയിൻ മാപ്പിംഗ് നടത്തി നമ്മുടെ എല്ലാവിധ ആക്ടിവിറ്റീസും നമ്മൾ മോണിറ്റർ ചെയ്ത് വേണ്ട രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മളെല്ലാ ഓർഗനൈസേഷനും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ ഇന്റർ കണക്ട് ചെയ്താൽ മാത്രമാണ് നമ്മളെ പ്രോഫിറ്റ് പൂൾ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുക. അപ്പോ ഈ പ്രോഫിറ്റ് പൂൾ മാക്സിമൈസ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നമ്മൾ എടുക്കണം. എക്സ്പാൻഡിങ് ഫോക്കസ് ബിയോണ്ട് ദ കോർ ഓപ്പറേഷൻ. നമ്മൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി മാത്രമായിരിക്കില്ല നമ്മൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഓവറോൾ റിസൾട്ട്. ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് നൽകുന്നത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിന്നായിരിക്കും നമുക്ക് ഇപ്പോൾ മാക്സിമം ഏർണിങ്സ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ മറ്റത് ഒഴിവാക്കിയിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ബിയോണ്ട് അവർ കോർ ഓപ്പറേഷൻ, നമ്മൾ എല്ലാത്തിലും ഫോക്കസ് ചെയ്യണം. അതുപോലെ അതിലൂടെ അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. കാരണം നമുക്കൊരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കോർ ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിഫറെന്റ് ഓപ്പറേഷൻസ് വേണം, ഡിഫറെന്റ് പ്രോഡക്ട്സ് വേണം, വൈഡ് വെറൈറ്റീസ് വേണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് കസ്റ്റമേഴ്സ് അത് നിർബന്ധമാണ്.
അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ആ പ്രോഫിറ്റ് നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സെയിൽസ് നിലനിൽക്കുകയുള്ളൂ. ആൻഡ് പ്രോഫിറ്റ് പൂൾസ് ആർ ഡൈനാമിക് റാദർ ദാൻ സ്റ്റാറ്റിക്. നമുക്ക് എപ്പോഴും ഒരേ ലെവൽ ഓഫ് പ്രോഫിറ്റ് പൂൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല, അത് പലപ്പോഴും ഡൈനാമിക് ആവും പല സിറ്റുവേഷൻ കൊണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് പൂൾ മാപ്സ് ഡെലിനേറ്റ് പ്രോഫിറ്റ് ജനറേഷൻ ഏരിയാസ്. നമ്മൾ ഏതെല്ലാം ഏരിയസ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, അത് ഡീൽ ചെയ്യുന്നു. ദെൻ എക്സാമിനേഷൻ ഓഫ് ഹൗ പ്രോഫിറ്റ് സോഴ്സസ് ഇമ്പാക്ട് കോമ്പറ്റീഷൻ ഈസ് ഡിവൺ ബൈ പ്രോഫിറ്റ് പൂൾ അനാലിസിസ്. നമ്മളെ ഈ പ്രോഫിറ്റ് പൂൾ അനാലിസിസിലൂടെ നമ്മൾ എത്രത്തോളം ഈ ഇതിനെ ഈ നമ്മുടെ ഓരോ ഏരിയകളിൽ നിന്നുള്ള ഈ പ്രോഫിറ്റ്സ് നമ്മൾ എത്രത്തോളം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് സക്സസ് നമുക്ക് തരുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യണം. അപ്പൊ ഓവറോൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫേമിന്റെ ടോട്ടൽ വാല്യൂ ചെയിൻ പ്രോഫിറ്റിനെ നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ സാധിക്കും? അതിന് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ NPV തുടങ്ങിയിട്ടുള്ള മെത്തേഡുകളിലോട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത് NPV തന്നെയാണ്, നെറ്റ് പ്രസന്റ് വാല്യൂ. നെറ്റ് പ്രസന്റ് വാല്യൂ റൂൾ. നമ്മളെ വെൽത്ത് മാക്സിമൈസേഷൻ ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് നമ്മളെ നെറ്റ് പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ കമ്പയർസ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ വിത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓഫറിംഗ് സിംപ്ലിഫൈങ് ഇൻവെസ്റ്റ്മെന്റ് കമ്പാരിസൺ. അപ്പൊ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു NPV എന്ന് പറയുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. നമ്മൾ അവിടെ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ അതിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാണ്, മണി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴും പോസിറ്റീവ് NPV ഉള്ളത് മാത്രം ഡിസിഷൻസ് മാത്രമേ നമ്മൾ എടുക്കാവൂ എന്നുള്ളതാണ്. പോസിറ്റീവ് NPV നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും. മോഡൽ നമ്മൾ NPV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ഒരു സിമ്പിൾ ഫോർമുല ഇവിടെ കാണിക്കുന്നുണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് ഫോർമുല നമ്മൾ പല ബുക്കുകളിൽ നമുക്ക് പല രീതിയിൽ കാണാം. എല്ലാം ഒന്ന് തന്നെയാണ്, അതിന്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന അതേ ഫോർമുലയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ NPV is equal to C1 divided by 1 plus R plus then different years NPV and CN divided by 1 plus R raised to N minus C0. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. C എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, C1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോസ് ആണ്. C1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിലെ നമുക്ക് കിട്ടുന്ന ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോ, C2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിലെ ഇൻഫ്ലോ, C3, C4, C5 അങ്ങനെ CN വരെ. നമ്മൾ 5 വർഷത്തേതാണെന്നുണ്ടെങ്കിൽ ഈ N-ന്റെ സ്ഥാനത്ത് 5 ആയിരിക്കും. അപ്പോ C1, C2, C3, C4, C5. ഓക്കെ, ദെൻ 1 എന്നുള്ളത് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗർ ആണ്. ദെൻ R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് റേറ്റ്. നമ്മൾ പറഞ്ഞു മണി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ പറഞ്ഞു, അത് നാളത്തെ വാല്യൂ, ഒരു വർഷത്തിന് ശേഷമുള്ള വാല്യൂ. അപ്പൊ നമുക്ക് ഈ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആവശ്യമാണ്. ആ ഡിസ്കൗണ്ട് റേറ്റിനെയാണ് നമ്മൾ ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഷുഡ് ബി നമ്മൾ അതിന് റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുത്തിരിക്കണം. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷൻ കാണിക്കാൻ, നല്ല ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കാൽക്കുലേഷൻ ആണ്. ഈ ഒരു എക്സാമ്പിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് NPV മനസ്സിലാക്കും. ആദ്യമായിട്ടാണ് NPV കുറിച്ച് അറിയുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് NPV ഇത്തിരി ഡിഫിക്കൽട്ട് തോന്നും. പക്ഷെ ഈ ഒരു എക്സാമ്പിൾ നിങ്ങളെ അതൊന്നുകൂടി മനസ്സിലാക്കാൻ സഹായിക്കും. X invests 70,000 in a piece of land. There are 3 possible probabilities before him for its sale after a period of 1 year. അപ്പോ 70,000-ലാണ് അയാൾ ഒരു ലാൻഡ് വാങ്ങുന്നത് അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലാൻഡ് വാങ്ങിയത്. There are 3 possible probability for him for its sale after a period of 1 year. അപ്പൊ ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻ ആണ്, A, B, C. ഇതിൽ ഏതൊക്കെയായിരിക്കും അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഡിസിഷൻ ആയിരിക്കും അയാൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ ഡിസിഷൻ ആയിരിക്കും അതായിരിക്കും ലോസ് ഉണ്ടാവുക, ഇത് നമ്മൾ കമ്പയർ ചെയ്യാം. അതിന് നമുക്ക് NPV ഉപയോഗിക്കാം. നമ്മൾ ഈ NPV കൺസിഡർ ചെയ്യുന്നില്ല. ഒരു കോമൺ മാന് സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70,000 രൂപയ്ക്ക് അയാൾ ലാൻഡ് വാങ്ങി. ഓക്കെ, 75,000 രൂപയ്ക്ക് വിൽക്കുന്നു, 77,000 രൂപയ്ക്ക് വിൽക്കുന്നു, 80,000 രൂപ വിൽക്കുന്നു. 3 ഓപ്ഷനും അയാൾക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലേ? നമ്മൾ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ അയാൾക്ക് കിട്ടുന്നുണ്ട്. 75 എന്ന് പറയുമ്പോൾ 5,000 രൂപ എക്സ്ട്രാ കിട്ടി, അല്ലെങ്കിൽ B ആണെന്നുണ്ടെങ്കിൽ 7,000 രൂപ എക്സ്ട്രാ കിട്ടി, C ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ എക്സ്ട്രാ കിട്ടി. 3ഉം പ്രോഫിറ്റബിൾ അല്ലേ? ഒരു കോമൺ മാൻ തിങ്ക് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ NPV അപ്ലൈ ചെയ്യുന്നു. അപ്പൊ NPV അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് വരും. ഇന്നത്തെ 100 രൂപയ്ക്കുള്ള വാല്യൂ ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപ ഇല്ല, അതിൽ കുറവേ ഉള്ളൂ. അതാണ് നമ്മൾ മണി വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മണി വാല്യൂ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ മണി വാല്യൂ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? ഈ ഫസ്റ്റ് സെക്ഷൻ A, അതായത് 75,000 രൂപ കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ ഈ 75,000 ഈ 3 വാല്യൂസും ഒരു വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പൊ ഈ 75,000 രൂപയുടെ ഇന്നത്തെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. 75,000 രൂപയുടെ ഇന്നത്തെ വാല്യൂ, ഈ 75,000 രൂപ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നത്, അതിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും.
ആ പ്രസന്റ് വാല്യൂ കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, C1 എന്നുള്ളത് ആദ്യം ഇൻഫ്ലോ 75,000 ഡിവൈഡഡ് ബൈ നമ്മളിവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 10% ആണ്. 10%. ഇത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് അസ്യൂം ചെയ്ത് 10% ആണ്. സാധാരണ ക്വസ്റ്റനിൽ അത് പറയും. അപ്പൊ ഈ 10%നെ നമ്മൾ ഫ്രാക്ഷനിൽ പറയുമ്പോൾ 0.1, പെർസെന്റേജ് പറയുമ്പോൾ 10% എന്ന് പറയും. പക്ഷെ അതിനെ നമ്മൾ ഡെസിമൽ ഫിഗറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.1. അപ്പോ 75,000 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.1. അപ്പൊ ഈ ഒരു ഫിഗർ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, നോക്കൂ. 75,000 ഡിവൈഡഡ് ബൈ, നമുക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 പ്ലസ് 0.1, അതാണ് അതിന്റെ മണി വാല്യൂ വരുന്നത്. is equal to 68,181. ഇതാണ് അതിന്റെ വാല്യൂ. അതായത് ഒരു വർഷത്തിന് ശേഷം കിട്ടുന്ന 75,000 രൂപയ്ക്ക് 10% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഇന്നത്തെ വാല്യൂ 68,000 രൂപ മാത്രമാണ്. അപ്പൊ നമ്മൾ മണി വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം, അല്ലെ? നമ്മൾ ഡിസിഷൻ എടുത്തു, പക്ഷെ അത് റോങ് ആണ്. കാരണം നമുക്കുള്ള 75,000 രൂപ, ഒരു വർഷത്തിന് ശേഷം കിട്ടുന്ന 75,000 രൂപയ്ക്ക് യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ വാല്യൂ 68,000 മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് മറ്റൊരു രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറയാം, ഇന്ന് നിങ്ങളുടെ കയ്യിൽ 75,000 ഉണ്ടെങ്കിൽ അതിന് ഒരു വർഷം കഴിയുമ്പോൾ 68,000 രൂപ മാത്രമേ വാല്യൂ ഉള്ളൂ. കാരണം വർഷം കഴിയുന്നവർ, ദിവസം കഴിയുന്നവർ മണി വാല്യൂ കുറയാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു 75,000 ഉണ്ടെങ്കിൽ അതിന് ഒരു വർഷത്തിന് ശേഷം അതിന് 68,000 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം മണി വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പൊ ഒരു വർഷത്തിന് ശേഷം 75,000 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്നത്തെ വാല്യൂ 68,000 മാത്രമാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അതിന്റെ പ്രസന്റ് വാല്യൂ 68,000 ആണ്. അപ്പൊ ആ ഡിസിഷൻസ് എടുക്കുന്നത് നമുക്ക് നഷ്ടമാണ്, അല്ലേ? അപ്പോ നമ്മൾ 70,000 നിന്ന് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന NPV നെഗറ്റീവ് ആണ്. സോ മൈനസ് CO എന്നുള്ളത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ നമ്മൾ ഈ 3 പ്രൊജക്റ്റുമായിട്ട് ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. കാരണം ഇവിടെ 77 ആകുമ്പോൾ 70,000 തന്നെ ഈക്വൽ ആണ്. 80,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ബെനിഫിറ്റ് കിട്ടും. ഏകദേശം അതിന്റെ NPV വരുന്നത് 80,000ത്തിന്റെ പ്രസന്റ് വാല്യൂ വരുന്നത് 72,027 ആണ്. അപ്പൊ അതിൽ നിന്ന് 70,000 നമ്മളെ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 2,727 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ NPV അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ NPV യൂസ് ചെയ്തിട്ടാണ് നമ്മളെ വാല്യൂ മാക്സിമൈസേഷൻ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത് ഈ NPV വളരെ ക്രൂഷ്യൽ ആണ്. അതുപോലെ തന്നെ വാല്യൂ മാക്സിമൈസേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് പോസിറ്റീവ് NPV കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു അസറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, അതായത് ഒരു പുതിയൊരു പ്രൊജക്റ്റിന് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു വർഷം മാത്രമായിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ അപ്കമിംഗ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇൻഫ്ലോസിന്റെ നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടിട്ട് അത് പ്രോഫിറ്റബിൾ ആണോ, ഐ മീൻ പോസിറ്റീവ് NPV ആണോ എങ്കിൽ മാത്രമേ നമ്മൾ അത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നെഗറ്റീവ് NPV ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളെ സെക്ഷൻ എയിലെ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ സെക്ഷൻ എയിലെ നമുക്ക് നെഗറ്റീവ് NPV ആണ് കിട്ടിയത്. ആ നെഗറ്റീവ് NPV കിട്ടിയാൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം. നമുക്ക് എപ്പോഴും പോസിറ്റീവ് NPV ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻസ് ഓഫ് റിട്ടേൺ ഇമ്പാക്ട് ഷെയർ പ്രൈസ്. അപ്പൊ നമ്മൾ ഈ NPV നോക്കിയിട്ട് പ്രോപ്പർ നല്ല ഡിസിഷൻസ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളെ മാർക്കറ്റ് പ്രൈസ് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളെ ഏർണിങ്സ് ഒരിക്കലും താഴാൻ പാടില്ല. ഏർണിങ്സ് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ മാനേജേഴ്സ് എപ്പോഴും ഈ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിന് ഫോക്കസ് ചെയ്യണം. അത് മാത്രം പോരാ, ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, അതായത് അതാകുമ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ഡിസിഷൻസ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡിസിഷൻസ് ആണ് പറഞ്ഞത്: ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ ഈ ഫൈനാൻസിങ് ഡിസിഷൻ ആണ് എല്ലാത്തിന്റെയും കോർ ആയിട്ടുള്ളത്. മൂന്നും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് തന്നെ നമ്മൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ വെൽത്ത് മാക്സിമൈസേഷനും വാല്യൂ മാക്സിമൈസേഷനും കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണത് നമുക്ക് ബെനിഫിറ്റ് ആണോ ഉള്ളത് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് എപ്പോഴും NPV ചൂസ് ചെയ്യാം. NPV ഉപയോഗിച്ചിട്ട് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും റിട്ടേൺ നമുക്ക് പ്രസന്റ് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് NPV കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രം എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.